ഹലോ ഗായ്സ്, അപ്പം നമ്മളിതുണ്ടാക്കുന്നത് ഹാഫ് കെ ജിയുടെ ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് കസ്റ്റമർ എനിക്ക് കറക്റ്റ് ഞാൻ ഉണ്ടാക്കിയൊരു കേക്ക് ഉണ്ടായിരുന്നു, അതിൻ്റെ ഫോട്ടോ അയച്ചിട്ട് എനിക്ക് എന്ത് കേക്കായാലും കുഴപ്പമില്ല, ഇത് ഇങ്ങനെ തന്നെ വേണം, പുറത്തിങ്ങനെ ടെഡി ബിയറിനെ വേണം, പിന്നെ റൈറ്റിങ്സിൽ ചെറിയ മാറ്റം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് പുള്ളിക്കാരി എനിക്ക് പറഞ്ഞു തന്ന് ചെയ്യിച്ചൊരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന് ഞാൻ നേരത്തെ തന്നെ ഐസ് ചെയ്ത് വെച്ചപ്പോൾ തന്നെ ഈ ടെഡി ബിയറിനൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ ടെഡി ബിയറിനേക്കാളും ഇന്നത്തെ ടെഡി ബിയർ എനിക്ക് എന്തോ ഇച്ചിരി മെനയുള്ളതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ടെഡി ബിയറിൻ്റെ കളറ് കുറച്ച് ഡാർക്കായിപ്പോയി, കാരണം ബ്രൗൺ കൊടുത്താൽ കേക്കും ഇതും തമ്മിലൊരു ഡിഫറൻസിയേഷൻ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാട്ടോ. പിന്നെ ഇതിന് കുറച്ച് ഡീറ്റെയിലിംഗ് ആവശ്യമായിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കിളുത്തനുള്ള നാദിക്കൊരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹായ് നാദിയ. പിന്നെ ഷറഫി നാക്ക് ഫിഡിയുള്ളതാന്ന് തന്നെ കൂടെ ഫെടിച്ച്. അപ്പോൾ എനിവേസ് നമ്മൾ കേക്കിൻ്റെ ഡീറ്റെയിൽസിലോട്ട് വരാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ഹാഫ് കെ ജിയുടെ ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ. എനിക്ക് ഏറ്റവും മൂവിങ് ആയിട്ടുള്ള കേക്ക് ബട്ടർ സ്കോച്ച് കേക്കാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ അതിൻ്റെ മേലെ കുറേ എഴുതാനുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിയുടെ ബോയ് ഫ്രണ്ടിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഷീ വാസ് വെരി എക്സൈറ്റഡ് ആക്ച്വലി. കേക്ക് വാങ്ങിക്കാൻ വന്നപ്പോൾ തന്നെ ഫേസ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇങ്ങനെ കേക്ക് വാങ്ങിക്കാൻ വന്നപ്പോൾ തന്നെ പുള്ളിക്കാരി പറയുന്നുണ്ടായി ഇങ്ങനെ, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, ആദ്യമായിട്ട് നേരിട്ട് കാണുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്കും ഭയങ്കര സന്തോഷം, എനിക്കും ചിരി നിർത്താൻ പറ്റിയില്ല. എനിക്ക് ഇങ്ങനത്തെ കസ്റ്റമേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്കാരെയൊക്കെ. അപ്പോൾ കേക്ക് ഏകദേശമൊക്കെ റെഡിയായി. ഇതിപ്പോൾ നിങ്ങൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് കണ്ടു തീർക്കുന്നുണ്ടെങ്കിലും ഞാനൊരു 1.5 മണിക്കൂർ എടുത്തിട്ടുണ്ട് ഇതൊന്ന് തീർക്കാൻ വേണ്ടി. പെടലായിരുന്നു ഗൈസ്. സോ ഇതിൽ എഴുതാനുള്ളതൊക്കെ എഴുതി ഞാൻ ഡബിൾ റൈറ്റിംഗ് ആയിട്ട് കൊടുത്തേക്കുന്നത്. എന്ന് വെച്ചാൽ ബ്ലാക്ക് ഈ ബ്രൗണിൽ കയറി പിടിക്കാനാവാൻ വേണ്ടി ചെയ്തതാണ്. പിന്നെ ഞാൻ ഈ ബ്രഷ് വെച്ചിട്ട് കുറച്ച് അതിൻ്റെ ഡീറ്റെയിലിങ് ബാക്കിയുള്ളത് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം അത്രയും മെലിഞ്ഞ പൈപ്പിംഗ് ടിപ്പ് എൻ്റെ കയ്യിലില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ. പിന്നെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ അവസാനം കൊടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാലും നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണേ. നേരത്തെ ഞാൻ ബ്രൗൺ ഹാർട്ടായിരുന്നു കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത്, ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഇന്നത്തെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബൈ.